വെള്ള മാർബിളിൽ എഴുതിയ കൊൽക്കത്തയുടെ ചരിത്രം. വിക്ടോറിയ രാജ്ഞിയുടെ വിയോഗത്തെ തുടർന്ന് കഴ്സൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായിരുന്ന കൊൽക്കത്തയിൽ ഈ മാർബിൾ മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1906 നിർമ്മാണം ആരംഭിച്ച് 1921 പൂർത്തിയായ ഈ വെള്ള മാർബിൾ കൊട്ടാരം കൊൽക്കത്തയുടെ ഒരു ചരിത്ര മ്യൂസിയം കൂടിയാണ്. എവിടെയൊക്കെയോ താജ്മഹലിന്റെ ഒരു ഛായ തോന്നുമെങ്കിലും കൂടുതലും പ്രൗഢഗംഭീരമായ ബ്രിട്ടീഷ് കൊട്ടാരത്തെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് മുഗൾ ശൈലിയിൽ വെനീഷ്യൻ, ഈജിപ്ഷ്യൻ, ഡഖാനി മുതലായ വാസ്തുവിദ്യ കലർത്തി ക്ലാസിക്കൽ യൂറോപ്യൻ സ്റ്റൈലിലാണ് ഈ സ്മാരകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വെളുത്ത മാർബിളിൽ നിർമ്മിച്ച വിക്ടോറിയ രാജ്ഞിയുടെ വലിയ പ്രതിമ, അപൂർവവും പുരാതനവുമായ പുസ്തകങ്ങൾ, സാമൂഹിക പരിഷ്കർത്താക്കളുടെയും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും എണ്ണച്ചായ ചിത്രങ്ങൾ, പല പ്രമുഖരുടെയും ശില്പങ്ങളും തുടങ്ങി കൊൽക്കത്തയുടെ കൊളോണിയൽ ചരിത്രം പ്രദർശിപ്പിക്കുന്ന 25 ഗാലറികളുള്ള മ്യൂസിയമാണ് വിക്ടോറിയയ്ക്കുള്ളിലുള്ളത്. ഒരു കാലത്തിന്റെ രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന സ്മാരകം വിക്ടോറിയ മെമ്മോറിയൽ.